ോട് ഓർമ്മപ്പെടുത്തുമ്പോ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞ പലിശരഹിത ബാങ്ക്, അതിന്റെ മൂലധനം നമ്മുടെ നാട്ടിൽ ഞാൻ അന്വേഷിക്കുമ്പോ ഇവിടെയുള്ള ആളുകൾ അവർ ബാങ്കിൽ കൊണ്ടുപോയി പൈസ പിൻവലിച്ചിട്ട് ഈ സ്വലാത്ത് മജ്‌ലിസിലേക്ക് കൊണ്ടുവന്നു കൊടുക്കുകയാണോ? എന്തിനു വേണ്ടിയാണോ? ഞങ്ങളും ഇതിലൊരു ഭാഗമാക്കാകട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്തേ കാരണം? അവർ പരലോകത്തിനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ്, പരലോകത്തിനെ ആഗ്രഹിച്ചത് കൊണ്ടാണ്. പലിശരഹിത ബാങ്കിങ്ങിനെ കുറിച്ച് വളരെ വിശകലനമായി ക്ലാസുകൾ എടുക്കേണ്ടതുണ്ട്. ഞാൻ ആ സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും മൂലധനം പിരിച്ചുകൊണ്ട് രണ്ട് രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ഇത്തരത്തിൽ കാരുണ്യ പ്രവർത്തനം. ഞാൻ ആദ്യമായി പറഞ്ഞു, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ. പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധവും അവർക്ക് സേവനം ചെയ്യുക എന്നതാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ. അഥവാ ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തന്തേടവും കരുത്തും മാർജവും ഈമാനികാവേശവും ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാമിക് ബാങ്കിങ്ങിലേക്ക് ഇറങ്ങാൻ കഴിയൂ. അതുകൊണ്ടാണ് ഐസക്ക് പിന്മാറിയത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ബാങ്കുകളെല്ലാം പിന്നിലേക്ക് ഇസ്ലാമിക് ബാങ്കിങ്ങിൽ നിന്ന് പോകുന്നത്. സോഷ്യൽ കമ്മിറ്റ്മെന്റുകളിൽ നിന്നോ അവർക്ക് പിന്മാറാതെ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കിങ് സമ്പ്രദായങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ ആ പണം എടുത്ത് വേറൊരാൾക്ക് ലോൺ കൊടുത്താൽ അയാളുടെ കയ്യിൽ നിന്ന് 15% പലിശ വാങ്ങുകയാണ്, 10% നിക്ഷേപിച്ചയാൾക്ക് കൊടുക്കുകയാണ്, 5% ബാങ്കിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉറപ്പാണ്, എല്ലാവർക്കും എല്ലാ നിലയിലും അവർക്ക് ഗ്യാരണ്ടിയാണ് ഈ ബാങ്കിലിട്ട പൈസ പോവുകയില്ല എന്ന്. പക്ഷേ ഇപ്പോഴൊരു ഫിനാൻസ് ക്രൈസിസ് വന്നപ്പോ നമ്മുടെ ഇന്ത്യയിൽ അത് വലുതായിട്ട് വ്യാപിച്ചില്ല. പക്ഷേ ലോക രാജ്യങ്ങളിൽ നമ്മൾ എടുത്ത് കണ്ടതല്ലേ, പാരീസിൽ, ഗ്രീസിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ കാരണം ബാങ്കിന്റെ മുന്നിലും ATMന്റെ മുന്നിലും വന്നതിന്റെ തലതല്ലിക്കരയുന്ന ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കണ്ടപ്പോ നമ്മളൊക്കെ വിചാരിച്ച് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരില്ല. പക്ഷേ ദൈവം പണ്ട് പിന്നെ ഇപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ആ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പലിശയുടെ അതിപ്രസരമാണ്. നമ്മുടെ രാജ്യം 38% പലിശ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളും അതിൽ ഭാഗവാക്കാണോ? നമ്മളും അതിന്റെ ആളുകളാണോ? അതുകൊണ്ട് മൂലധനം ഇസ്ലാമിക ഇതുപോലെയുള്ള സംരംഭങ്ങളിലേക്ക് നാം നിക്ഷേപിക്കുമ്പോൾ ശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നീ ഒരാൾക്ക് കടം കൊടുത്താൽ ആ കടം അവൻ കൊണ്ടുപോയി അനുഭവിക്കുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന് നിനക്ക് വല്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന് മാത്രമല്ല, ആ കടം നീ തിരിച്ചു ചോദിക്കാതെ തന്നെ അവൻ കൊണ്ടുവരുന്നതാ. ആ തിരിച്ചു ചോദിക്കാത്ത കാലത്തോളം മോനെ ആ പൈസ നീ അവനിക്ക് സദഖ കൊടുത്തതിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അത്തരത്തിൽ യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ പണം കടം കൊടുക്കുന്നതിന്റെ പ്രതിഫലം അതേ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ പണം 10,000 രൂപ കടം വാങ്ങിയ ആളുണ്ടല്ലോ, തിരിച്ചു കൊണ്ടുപോയി അവന്റെ കയ്യിലേക്ക് ആ കടം വീട്ടുന്ന സമയത്തേക്ക് നീ എനിക്കൊരു സഹായം ചെയ്തതല്ലേ, 100 രൂപ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് യാതൊരു നിബന്ധനയും ഡിമാൻഡും വെക്കാതെ പിരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷത്തിനൊരു തുക കൊടുക്കുന്നത് സുന്നത്താണ് എന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എത്ര സുന്ദരമായ ആശയമാണ്. അതിന് രണ്ടു കൂട്ടരും മനസ്സുകൊണ്ട് തയ്യാറാകണം. ഒരു കൂട്ടർ മാത്രം തയ്യാറായി പോരാ. വാങ്ങുന്നയാൾക്ക് ഈ ഒരു ബോധമുണ്ടാകണം, കൊടുക്കുന്നയാൾക്ക് ഇത് പ്രതീക്ഷിക്കാതെ കൊടുക്കണം. അതാണ് കൊടുക്കുന്നയാൾക്ക് ഇത് പ്രതീക്ഷിക്കാതെ കൊടുക്കണം, വാങ്ങുന്നയാൾക്ക് ഈ ഒരു ബോധത്തോടുകൂടി കൊടുക്കാൻ ശ്രമിച്ചാൽ. എല്ലാവരും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ എന്നാലും അവൻ 100 രൂപ കൊണ്ട് തന്നല്ലോ എന്ന് വിചാരിച്ച് വേണ്ട, ഇതും കൂടി എന്റെ വകയായിട്ട് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചത് വാങ്ങിയിട്ട് കൊടുത്താൽ നേരത്തെ പണം കൊടുത്തപ്പോൾ ഒരു സദഖയുടെ കൂലി. അവൻ തിരിച്ചു വന്നപ്പോ 100 രൂപ നിനക്ക് തന്നു,
നീ അത് സ്വീകരിച്ചു, ഇതെന്റെ വക നിനക്ക് സദഖ എന്ന് പറഞ്ഞാൽ വീണ്ടും സദഖ ചെയ്തതിന്റെ കൂലി. എത്ര സുന്ദരമായ ആശയമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയം. ഇവിടെ നിന്ന് ഈ സ്വലാത്ത് മജ്‌ലിസിൽ നിന്ന് 10,000 രൂപ വാങ്ങിക്കൊണ്ടുപോയ കച്ചവടം നടത്തിയിട്ട് ഒരാളും ഒരൊറ്റ പൈസ പോലും പലിശയായി തിരിച്ചു കൊടുക്കേണ്ടതില്ല. പക്ഷേ അവിടെ നിന്ന് നിങ്ങളെ കച്ചവടം മെച്ചപ്പെട്ടു പോയി, സാമ്പത്തികമായി നല്ല നിലയിലായി പോയി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം, എനിക്ക് കിട്ടിയതിന്റെ ഒരു വിഹിതം, എന്നെ പോലെ കണ്ണുനീര് വാർത്ത ഒരുപാട് ആളുകൾ സമൂഹത്തിന്റെ നാനാതുറകളിലുമുണ്ട്. സ്വലാത്ത് മജ്‌ലിസിലേക്ക് എന്റെ വക ഒരു 50 രൂപ തന്നേക്കാമെന്ന് പറഞ്ഞ് സംഭാവന കൊടുത്താൽ എത്ര സുന്ദരമായ കാഴ്ചയായിരിക്കും കാണാൻ കഴിയുന്നത്. ഇതാണ് ഇസ്ലാമിക് ബാങ്കിങ്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്താണ് ഇസ്ലാമിക് ബാങ്കിങ്? ഖിറാദ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. കൂട്ട് ഉൽപാദനത്തിലേക്ക് നമ്മൾ പൈസ ഇടുക. എങ്ങനെ? നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ വേറൊന്ന് നടക്കുന്നത് ഖിറാദ്, അതുപോലെ ലോക്കർ സംവിധാനങ്ങളൊക്കെയാണ്. എല്ലാവരും കൂടിയിട്ട് 1, 2, 3 ആളുകൾ അത് കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട വിവരമുള്ള ആളുകൾ, എക്കണോമിക്സ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ അയാൾ ആ പൈസ ഏതെങ്കിലും ഒരു ലാഭകരമായ ബിസിനസ്സിൽ ഇറക്കുകയാണ്. അതിന്റെ ലാഭം കിട്ടുന്നതിന് ഇത്ര ലാഭം തരാമെന്ന് കൃത്യമായ തുക പറയാതെ തന്നെ കിട്ടുന്നതിന്റെ ഒരു വിഹിതം അയാൾക്ക് കൊടുക്കും. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വർ-റജാഇ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ പേടിയുടെയും പ്രതീക്ഷയുടെയും നടുവിലായിരിക്കണം. അപ്പൊ ഇസ്ലാമിക് ബാങ്കിങ്ങിലേക്ക് പൈസ കൊടുക്കുന്ന മനുഷ്യ, നീ ഒരു പേടിയോടെയും പ്രതീക്ഷയോടെയും മാത്രമേ പൈസ കൊടുക്കാൻ കഴിയുകയുള്ളൂ. കാരണം കൊടുക്കപ്പെടുന്ന ബിസിനസ് പൊട്ടിപ്പോയാൽ ആ ബിസിനസ്സിൽ വരുന്ന നഷ്ടത്തിനെ സഹിക്കാനുള്ള വിശാല മനസ്സുണ്ടാകണം. അതേ സമയത്ത് ലാഭം കിട്ടുമല്ലോ എന്ന ചിന്തയും നിനക്കുണ്ടാകണം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇതുകൊണ്ടാണ് ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങൾ അടുക്കാതെ നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും വ്യക്തി കേന്ദ്രീകൃതമായ, ലാഭ കേന്ദ്രീകൃതമായ ഒരൊറ്റ മൈൻഡ് മാത്രമാണ് ഇവിടെയുള്ളത്. പക്ഷെ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ലാഭം എവിടെയാണ് കിട്ടുന്നത്? മാലിക് യൗമിദ്ദീൻ, എല്ലാത്തിനും അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി നിർണയിക്കുന്ന അല്ലാഹുവിന്റെ കോടതിയിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. ആ കോടതിയിൽ നിൽക്കുവാനാണ് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അല്ലാഹു ചോദിക്കുകയാണ്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക തുഅ്തിൽ മുൽക മൻ തശാഅ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഅ വ തുഇസ്സു മൻ തശാഅ وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഏത് രാജാവാണുള്ളത്, ഏത് പണക്കാരനാണുള്ളത്, ഏത് മുതലാളിയാണുള്ളത്, അല്ലാഹ് കൊടുത്താലല്ലാതെ തികയാൻ ആർക്കാണ് ഇവിടെ കഴിയുന്നത്? അല്ലാഹ് കൊടുക്കാനല്ലാതെ സ്വീകരിക്കാൻ ആർക്കാണ് ഇവിടെ കഴിയുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് മുസ്ലിമായ മനുഷ്യന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങള്. അങ്ങനെ ക്രയവിക്രയം നടത്താനാണ് നമ്മൾ വന്നത്. ഖിറാദ് അഥവാ കൂട്ടുൽപാദനം നടത്തുക. അതിലേക്ക് നമുക്ക് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടവർ അത്തരത്തിൽ പോകുമെങ്കിൽ ഓക്കെ. ചില ആളുകൾ ഇപ്പൊ നമുക്ക് കൂട്ടായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? നല്ല അടുത്ത കൂട്ടുകാരായിരുന്ന, നല്ല ബന്ധപ്പെട്ടു നിന്നവർ ഒരുമിച്ച് ഒരു ഷെയർ ബിസിനസ് തുടങ്ങിയാൽ പൈസ ഡിവൈഡ് ചെയ്യുന്ന വിഷയം വരുമ്പോൾ സ്വാഭാവികമായി മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതിന് തമ്മിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും മൂല്യങ്ങളും അവിടെ തകർന്നു വീഴുകയാണ്. ഈ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ തന്നെയുണ്ട്. അത് പാടില്ല. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് സഹിക്കുമെന്ന വിശാലമായ മനസ്സിനെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് ഖിറാദ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ കൂട്ടുത്തരവാദിത്തം ഇസ്ലാമിൽ നിന്ന് കടമെടുത്തതാണല്ല. എവിടെ നമ്മൾ പരിശോധിച്ചാലും ഇസ്ലാമാണ് അതിന്റെ അടിസ്ഥാനം. ഇസ്ലാം മാത്രമാണ് അത് നമുക്ക് പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും. നമുക്കറിയുമല്ലോ എന്തേ കാരണമെന്നറിയുമോ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിലേക്കാണ്
ഈ പറഞ്ഞ പ്ലേറ്റോയും അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലും ഒക്കെ പോകുന്നത്. പ്ലേറ്റോയുടെ ഉസ്താദാരാ? പ്ലേറ്റോയുടെ ഗുരുവര്യനാരാണോ? ഫൈസാബു എന്ന് പറയുന്നയാൾ, അയാൾ ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ശിഷ്യനാണോ? പ്ലേറ്റോയുടെ നേരെ ഉസ്താദ് സോക്രട്ടീസ് ആണോ? അവിടുന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്താണ് പൈസയുടെ ക്രയവിക്രയങ്ങൾ ഇവർ പഠിച്ച് കുറച്ച് പുറത്തേക്ക് വന്നപ്പോ ഇവർക്ക് ഇതിലൊക്കെ ഒരു മാറ്റം വരണം, ഇതിങ്ങനൊന്നും പോരാന്ന് പറഞ്ഞ് സ്വന്തം ചിന്തകളെ അവരതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തപ്പോഴാണോ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് സാമ്പത്തിക രംഗത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് വിശക്കുന്ന വയറിന് വേണ്ടി പ്രവർത്തിക്കണം. അത് നിന്റെ കൈ കൊണ്ട് പ്രവർത്തിക്കണം, നിന്റെ കാലുകൊണ്ട് പ്രവർത്തിക്കണം, നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ കഴിയുകയുള്ളൂ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മുതലും മക്കളുമെല്ലാം ഈ ദുനിയാവിന്റെ കാഴ്ചപ്പാടുകളാണെങ്കിൽ, ഇവിടുത്തെ ചിന്തകളും ആഡംബരങ്ങളുമാണെങ്കിൽ മോനെ മുതലുകൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നാൽ ഇപ്പറഞ്ഞ മുതലുകൊണ്ടും ഇപ്പറഞ്ഞ മക്കളെ കൊണ്ടുമല്ലാതെ അവരിൽ കിടക്കുന്ന നിനക്ക് യാതൊരു വിധത്തിലുമുള്ള നേട്ടങ്ങളില്ല എന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയാൽ അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോകുകയാണ്. ഇല്ലാ മിൻ സലാത്ത്, മൂന്ന് കാര്യങ്ങളല്ലാതെ ബാക്കിയെല്ലാം പോകും. അതിനാദ്യമായി പറഞ്ഞത് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ എന്നാണോ? ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്ന, ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, ഇത്തരത്തിൽ പാവപ്പെട്ടവർക്ക് കടം കൊടുക്കാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് സദഖയുടെ കൂലിയുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഒരൊറ്റ വിഷയം തന്നെ എടുക്കുമ്പോ പൈസ കൊണ്ട് നമുക്ക് നേട്ടമാണ്, കോട്ടമില്ല. പറയുന്നതിന്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കുമ്പോഴാണോ രണ്ടാമത് വലതുന് സാലിഹുൻ യദഉ ലഹു, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളെയും അല്ലാതെ നിനക്ക് വേറൊന്നും അവശേഷിക്കുകയില്ല. ജീവിതത്തിന്റെ പരിപൂർണമായ സമയത്തും പൈസയ്ക്ക് വേണ്ടി പാഞ്ഞു നടക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ എന്തിനു വേണ്ടിയാണ് മണലാരണ്യത്തിലേക്ക് ചേക്കേറിയത്? ചോര നീരാക്കിയിട്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഗൾഫ് നാടുകളിലേക്ക് പോകുന്നത്? നമ്മുടെ മക്കൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനാണോ? ആ സമ്പത്ത് കൊണ്ട് അവന് നിന്റെ ഖബറിൽ കിടക്കുന്ന സമയത്ത് പലിശയ്ക്ക് കൊടുക്കുന്നവനായാൽ, നിന്റെ ഖബറിൽ കിടക്കുന്ന സമയത്ത് മോശക്കാരനായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനായാൽ എന്താണ് നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ഉപകാരപ്പെട്ടത്? അതേ സമയത്ത് ആ മോന് പഠിപ്പിച്ചു കൊടുക്കണം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ. അതുകൊണ്ട് നിനക്ക് വിജയിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ വീടുകളിൽ യാതൊരുവിധ കുടുംബ കലഹങ്ങളുമില്ല, പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമുക്ക് ലോക്കർ സംവിധാനങ്ങൾ, വീട്ടിൽ സ്വർണം വെക്കാൻ കഴിയില്ല, പൈസ വെക്കാൻ കഴിയില്ല, ബാങ്കിൽ കൊണ്ടിടാൻ കഴിയില്ലെങ്കിൽ ഈ പൈസ എടുത്ത് വേറെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി കൂട്ടത്തിൽ പറയാനുള്ളത്, നിങ്ങൾ പൈസ വാങ്ങുമ്പോൾ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് പൈസ വാങ്ങുന്നത്. സൂക്ഷിപ്പ് മുതലായിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഒരാൾ 10,000 രൂപ കൊണ്ടുതരുന്നതെങ്കിൽ ആ മുതലെടുത്ത് ക്രയവിക്രയം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അല്ലെങ്കിൽ അയാളോട് പ്രത്യേക അനുവാദം വാങ്ങണം, ഈ പൈസ ഞങ്ങൾ ക്രയവിക്രയം ചെയ്യാനാണെന്ന്. അതിനേക്കാൾ നല്ലത് വാങ്ങുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സദഖയുടെ കൂലി ലഭിക്കും. അത് പറയുമ്പോൾ അവര് നമ്മുടെ കയ്യിലേക്ക് ഡെപ്പോസിറ്റിന് വേണ്ടി തരുമ്പോൾ തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്കും നമുക്കും വലിയ കൂലിയാണ് ഉണ്ട്.
അതേസമയം ലോക്കർ സംവിധാനമാണ് നേരത്തെ പറഞ്ഞ അമാനത്തേൽപ്പിക്കുക എന്നത്. അവിടെ നമുക്കെടുത്ത് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ കഴിയില്ല. പകരം ലോക്കറിൽ നമുക്ക് വെക്കാൻ തരുന്ന പൈസ നമുക്ക് ആ ലോക്കറിന്റെ കൂലി, സൂക്ഷിക്കുന്നതിന്റെ കൂലി വാങ്ങുന്നതിന് തകരാറില്ല. ഇസ്ലാമിക് ബാങ്കിങ്ങിൽ പൈസ നമുക്ക് ഇൻകം ഉണ്ടാകാൻ വേണ്ടി, വരുമാനം ഉണ്ടാകാൻ വേണ്ടിയുള്ള മറ്റൊരു സംവിധാനമാണ്. അതുപോലെ തന്നെ CC ഇട്ട് വാഹനം എടുക്കുകയാണെന്ന് പലരും. ആ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് 2 ലക്ഷം രൂപയുടെ വാഹനം എടുത്ത ഒരാൾക്ക് കൊടുക്കാം, ഓട്ടോറിക്ഷ എടുത്ത അയാൾക്ക് കൊടുക്കാം. എന്നിട്ട് അയാൾ തവണകളായിട്ടത് തിരിച്ചടക്കട്ടെ. തിരിച്ചടക്കുന്ന സമയം വരെ ഈ വാഹനത്തിന് മാസാമാസം ഒരു കൃത്യമായ വാടക നിശ്ചയിക്കുക. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അതിന്റെ കൃത്യമായ വാടക നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുക. പൈസ അടഞ്ഞു തീരുമ്പോൾ ആ വാഹനം അയാൾക്ക് സ്വന്തമായി കൊടുക്കുകയും പരിപൂർണമായും പലിശയുമായി യാതൊരു ബന്ധമില്ലാത്ത തരത്തിൽ അയാൾക്ക് ആ വാഹനം കൊണ്ടു നടക്കാൻ കഴിയും എന്നതാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന നേട്ടം. ഇസ്ലാമിക മാനത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെത് മനുഷ്യന്മാരോടുള്ള കടമയായതുകൊണ്ട് ആധുനിക ചൂഷണ മുതലാളിമാരുടെ എല്ലാ തരത്തിലുള്ള ചൂഷണത്തിനെയും നമുക്ക് തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മക്കൊണ്ട് കഴിയുന്നതെങ്കിലും ചെയ്യണേ. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങള് അതാ സ്വപ്നം കാണുന്ന ചരിത്രം നമുക്കറിയുമല്ലോ. ഒരു കിളി സാഗര മധ്യത്തിൽ നിന്ന് വെള്ളം കുത്തിക്കൊണ്ടുവന്ന അതാ പുറത്തെ കുളിക്കുന്നു. ആ കിളിയോട് ചോദിച്ചു, കിളിയെ എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ കിളി പറഞ്ഞ്, ഞാനീ സാഗരം വറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ ചോദിച്ചു, നീ എത്ര മണ്ടനാണോ? ഈ സാഗരത്തിലെ വെള്ളം മുഴുവനും നിന്റെ കൊക്കിലെടുത്ത് കൊണ്ടുവന്ന് വറ്റിക്കാമെന്ന് വിചാരിക്കുന്നത് എത്ര മണ്ടത്തരമാണ്. കഴിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ കിളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ ചെയ്തത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുകയും എഴുതുകയും ചെയ്യുന്നത് സാഗരത്തിൽ നിന്ന് വെള്ളം വറ്റിക്കുന്നത് പോലെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും തലയ്ക്ക് മുകളിൽ പോളിസികളും പോളിസികൾക്ക് മേലെ പോളിസികളും ഇൻഷുറൻസ് കമ്പനികളും അതിന് മേലെ ലോണുകളും പല രൂപത്തിലും പല പേരിലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുമ്പോ ഒരു ദിവസം 1 രൂപയെന്നും 2 രൂപയെന്നും പറയുന്നവർ ബിസിനസ് ചെയ്തുകൊണ്ട് നമുക്കെതിരെ തന്നെ വീണ്ടും വീണ്ടും പലിശയുടെ കൂമ്പാരങ്ങൾ എടുത്തു വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ സാഹചര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ഇവിടുത്തെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് വിശപ്പറിഞ്ഞുകൊണ്ട് ജീവിച്ച നേതാവാണ്. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖുബുസ് الشعير يومين متتابعين. ഒരു ദിവസമെങ്കിലും പട്ടിണിയുടെ വില നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും വിശപ്പിന്റെ വില നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് വിശപ്പിനെ അനുഭവിച്ച നേതാവാണ്. അവിടുന്ന് ആയിഷ ഹബീബ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് 2 മാസം വരെ അവിടുത്തെയുടെ അടുപ്പ് പുകയാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ ഖാലത്തോ വമാ കാന എങ്ങനെയാണ് നിങ്ങൾ വിശപ്പടക്കിയിരുന്നത്? ആ സമയത്ത് പറയുന്നു, രണ്ട് കറുപ്പുകൾ കൊണ്ടാണ് വിശപ്പടക്കിയിരുന്നത്. കാരക്കയുടെ കീറുകളും വെള്ളവുമായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അയൽപക്കത്തുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങള് അവരുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ ഒട്ടകത്തിന്റെ പാല് വല്ലപ്പോഴും കൊടുത്തു വിട്ടത് കൊണ്ടാണ്
അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബം ജീവിച്ചു പോയതെന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം അത്തരത്തിലായിരുന്നെങ്കിൽ അവിടുന്ന് വന്നു നിന്നുകൊണ്ട് മലകളും മാമരങ്ങളും സ്വീകരിക്കുന്നു. നബിയെ, ഞങ്ങളൊക്കെ സ്വർണമാകട്ടെയോ നബിയേ? അവിടുന്ന് അനുവാദം കൊടുത്തില്ല, മറിച്ച് വിശപ്പിന്റെ വിലയറിഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാമൂഹിക വ്യവസ്ഥിതിയെ പഠിപ്പിക്കാൻ വന്നത്. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാവപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, അല്ലാഹുമ്മ ജഅൽനാ അല്ലാഹുമ്മ ജഅൽനീ മിനൽ മസാകീൻ. എന്നെ പാവപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞത്. പണത്തിന്റെ പേരെ മാറിക്കൂട്ടണമെന്ന് പറഞ്ഞ് കടന്നു പോകല്ലേ കൂട്ടുകാരാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെയുടെ സ്വഹാബത്തിനെ അങ്ങനെയാ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുറ്റത്ത് കിടന്ന് അതാ ഉരുളുകയാണ്. ചില സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നോക്കൂ, അബീ ഹുറൈറക്ക് അഭിസ്മാരം വന്നുപോയി, അബീ ഹുറൈറയുടെ സമനില തെറ്റിപ്പോയി, ആരെങ്കിലും ഒരു ഇരുമ്പിന്റെ ഘട്ടം കൊണ്ടുകൊടുക്കൂ എന്ന് പറഞ്ഞപ്പോ അബീ ഹുറൈറ ഉണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് അപസ്മാരം വന്നതല്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? വിശപ്പ് കൊണ്ട് വിറച്ചു പോയതാണ്. അതേ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പിൽക്കാലത്തെ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഒരാൾ വന്നിട്ട്, ഒരു സംഘം ആളുകൾ വന്നിട്ട് വിളിക്കുകയാണ്. ആളുകളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് ആടിനെ പൊരിച്ചു വെച്ചിരിക്കുകയാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചങ്ങ് നടന്നുപോയി, ഭക്ഷണം കഴിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ ഖുബ്സി ശഈരി യൗമൈൻ മുതതാബിഈൻ. ഭൂമിയടഞ്ഞ് കളഞ്ഞ നല്ല മാർദ്ദവമുള്ള റൊട്ടി അല്ലാഹുവിന്റെ ഹബീബ് വയറു നിറച്ച് 2 ദിവസം പോലും കഴിച്ചിട്ടില്ല. പിന്നെങ്ങനെ അബീ ഹുറൈറയ്ക്ക് ഇത് സാധിക്കുമെന്ന് ചോദിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സമ്പാദിക്കുന്ന പണമുണ്ടല്ലോ, അതെത്ര മുസ്ലിമീങ്ങളെ, എത്ര മുഅ്മിനീങ്ങളെ, എത്ര മനുഷ്യന്മാരുടെ, എത്ര ജാതിയോ വർഗമോ വർണ്ണമോ ചിന്താഗതികളോ ഇവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ കണ്ണുനീരുള്ള പൈസയാണ്, ബാങ്കിൽ നിന്ന് പണമെടുക്കുന്ന പൈസ. അവരുടെ കണ്ണുനീരൊലിച്ചതിന്റെ മണമാണ് നമ്മൾ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങള്. അതുകൊണ്ട് ധാർമ്മിക അടിത്തറയിൽ ഇല്ലാത്ത പണമിടപാടുകളിലേക്ക് നമ്മൾ കടന്നു പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ സമീപത്തേക്ക് ഒരു പണക്കാരനങ്ങ് കടന്നു വരികയാണ്. മഹാനവറുകളുടെ മുന്നിൽ പണക്കാര് കടന്നു വന്നിട്ട് അവിടുത്തെ കയ്യിലേക്ക് പണക്കിഴി സമ്മാനമായി കൊടുത്തപ്പോ ബഹുമാനമായ തങ്ങള് അവിടുന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവ സക്രിയ സാന്നിധ്യമായി നിൽക്കുകയാണ്. മഹാനവറുകൾ ആ പൈസ വാങ്ങിയിട്ട് കീശയിലിട്ടതല്ല. ഇവിടെ പൊതുവായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങി സാധുക്കളെ സഹായിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പൊര നിറഞ്ഞു നിൽക്കുന്ന പെൺമക്കളുടെ വിവാഹത്തിന് ആവശ്യമായതൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വേറെ ആളുകൾ ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ തന്നെയൊന്നൊരു പൊതുപരിപാടിയിലേക്ക് വിശിഷ്ടാതികളെ വിളിച്ചപ്പോ ചിലരെങ്കിലും ഇതൊരു നല്ല മാതൃകയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പൊതുപരിപാടികൾ കൊണ്ട് അങ്ങനെയും ഗുണമുണ്ടെന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള പാവപ്പെട്ടവരുടെ കണ്ണീരുപ്പാൻ പ്രിയപ്പെട്ടവരെ മുന്നിട്ടിറക്കണമെന്ന ബഹുമാനപ്പെട്ട തങ്ങളുണ്ടല്ലോ. അവിടുന്ന് ആ പണമെന്ന് കയ്യിലെടുത്തു. കണ്ണിൽ കാണാത്തതോ കണ്ണ് കണ്ട് കണ്ട പോലെ
കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. ആ പണക്കിഴിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളാ അതാ കയ്യങ്ങ് തിരിച്ച് ആ പണക്കിഴി ഇങ്ങനെ മുണ്ട് പിടിയുന്നത് പോലെ പിടിഞ്ഞപ്പോ അതിൽ നിന്ന് അതാ രക്തമൊലിക്കുകയാണ്. ആ കൊണ്ടുവന്ന പണക്കാരൻ കിടുകിടാ വിറച്ചുപോയി. തങ്ങൾ പറഞ്ഞു, മോനെ, പലിശയുടെ പാടിലൂടെ പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ മണമുള്ള പൈസയാണല്ലോ, അവന്റെ രക്തത്തിന്റെ മണമുള്ള പൈസയാണല്ലോ, ഇതിവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോ മഹാനവറുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ പോയപ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ നമ്മൾ ഇറങ്ങി തിരിക്കേണ്ടതുണ്ട്. അവരുടെ കുടിലുകളിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. ചോർന്നൊലിക്കുന്നതിനെ നന്നാക്കി കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും ഒരു സജഷൻ നടത്താൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. കാരണം ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് 20 കൊല്ലമായി സജീവമായി സക്രിയമായി വളരെ സുദീർഘമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പാടില്ല. ഇവിടെയുള്ള ചെറുപ്പക്കാരെ ആത്മീയമായ ഉന്നമനത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങളും അതിനുവേണ്ട പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രവർത്തനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് നാടിൽ നാനോന്മുഖമായ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് അല്ലാഹുവേ, ഞങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തരുതേ റബ്ബേ. ഈ അവസരത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഈ സാഹചര്യത്തില് അല്ലാഹു നമുക്ക് തന്ന സൽബുദ്ധിയെ നിലനിർത്തിയിട്ട് നമ്മളേതെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്ക് പണയമിടപാടുകളിലേക്ക്, ലോണിന്റെ ഇടപാടുകളിലേക്ക് കടന്നു പോകാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ, നമ്മൾ ആ ലോൺ എടുത്തു വെക്കുന്ന വീട് തൽക്കാലത്തേക്ക് നമുക്കൊരാശ്വാസം തരുമെങ്കിൽ, ഇന്ന് 4 ആള് കാണുമ്പോ ഒരു സന്തോഷം തരുമെങ്കിൽ, നാളെ മുതൽ ബാങ്കിലടക്കേണ്ട പലിശയെ കുറിച്ചോർത്ത് നിന്റെ 10 കൊല്ലമോ 15 കൊല്ലമോ എത്ര കൊല്ലമാണ് തിരിച്ചടവ് കാലാവധി, നിനക്ക് മനസ്സമാധാനമുണ്ടാകുമോ? അതുകൊണ്ട് പരമാവധി നമുക്ക് വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. കഴിയാത്തവർ ആത്മഹത്യയുടെ വക്കിലെത്തിയാൽ പരമാവധി ഒരാളെയും പിഴിഞ്ഞെടുക്കാൻ ഇസ്ലാം പറയുന്നില്ല. സാഹചര്യത്തിലകപ്പെട്ടവർക്ക് അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച യഥാർത്ഥ പാതയിൽ പിന്തുടരാൻ നമ്മുടെ നാട്ടിൽ അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കാൻ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും ഇവിടെയുള്ള മധ്യവയസ്കന്മാരും ഇപ്പോൾ തന്നെ കർമ്മ പദ്ധതികളുടെ ബാഹുല്യമാണ്. ഓരോരുത്തരെയും അതിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. കർത്തവ്യങ്ങൾ നിറവേറ്റാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. ഇവിടെ വലിയ ഒരു ചർച്ചയാണ് നടന്നത്. ഇത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരിക്കണം. നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഇതുപോലുള്ള വേദികൾ വളരെ വലുതാണ്, വളരെ വലിയ വിശാലമായ ചർച്ചയാണ്. പക്ഷേ എത്താൻ കഴിയുന്നില്ല, അതിലേക്ക് മൈലേജ് കിട്ടുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ചെറുതായെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ അല്ലാഹുവിന് അതിയായ ഹംദുകളോതി ശുക്റുകളോതി നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അവസാനിപ്പിക്കല്ലേ? പക്ഷെ അതെല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നു. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. يا بلال